ഞങ്ങൾ മൂകാംബികയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അമ്പലത്തിലെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ, നേരെ ക്യൂവിൽ നിൽക്കണം, അകത്ത് കയറി തൊഴണം, പിന്നെ നമ്മൾ വന്ന കാര്യം നടത്തണം. ഞങ്ങളുടെ കൂടെ അകത്ത് കയറി തൊഴാനുള്ള ആളത് അമ്മച്ചന്റെ കൂടെ അമ്പലമൊക്കെ ചുറ്റി നടന്ന് കാണും. ഒരു കണക്കിന് കയ്യും കണ്ണും കലാശമൊക്കെ കാണിച്ച് കിയൂനെ അമ്മച്ചന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ കഴിക്കലാക്കി. ഞങ്ങൾ ഈ അമ്പലത്തിൽ എത്താനുള്ള കഥ എന്താണെന്ന് അറിയാം. എന്നാ പിന്നെ ഞങ്ങൾ മൂകാംബിയിലേക്ക് എത്താനുള്ള കഥ പറഞ്ഞാലോ? മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിപ്പെടാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ദേവി കൂടി വിചാരിച്ചാലേ നമുക്ക് ആഗ്രഹിച്ച പോലെ എത്തിപ്പെടാനായിട്ട് പറ്റും. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. ഞങ്ങളുടെ കഥ ആരംഭിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ഞാനും വിജയണ്ണും കോട്ടികുത്തി പ്രേമിക്കുന്ന കാലത്ത്, ഏകദേശം ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ്. അവസരം ഉണ്ടായിട്ടും ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അമ്പലത്തിൽ എത്തിപ്പെടാൻ പറ്റാതെ പോയ ഞാനും ആഗ്രഹിച്ചതുപോലെ അമ്പലത്തിൽ എത്തിയിട്ടും ദേവി പോയിട്ട് ആ പരിസരം പോലും വൃത്തിക്ക് കാണാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്ന വിജയേട്ടനും ഞങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം വീട്ടുകാരോട് മനസ്സിലാക്കി ഞങ്ങളെ കല്യാണം കഴിച്ചതാണ്. അതിലൊരു കുഞ്ഞുണ്ടായി. പ്രത്യേകിച്ച് അതൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് എഴുത്തിനിരുത്താൻ വേണ്ടി മൂകാംബിക ദേവിയുടെ തിരുനടയിൽ എത്തുള്ളൂ എന്ന് ഒടുവിൽ പ്രാർത്ഥിച്ചതുപോലെ 9 വർഷക്കാലത്തെ പ്രണയത്തിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിക്കുന്നു. 3 വർഷത്തിന് ശേഷം കിയു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. മോള് വന്ന് 2 വർഷങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ദേവിയുടെ സന്നിധിയിൽ മോളുടെ വിദ്യാരംഭം കുറിക്കുന്നു. ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ വെച്ചിട്ടാണ് വിദ്യാരംഭ ചടങ്ങുകൾ. ചെറിയ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, ദേവിയുടെ മുന്നിൽ വിദ്യാരംഭം കുറിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകളും കുട്ടികളും ഇവിടെ വന്നിട്ട് വിദ്യാരംഭം കുറിക്കുന്നത് കാണാം. ഈ ചടങ്ങിന് പ്രത്യേകിച്ച് അങ്ങനെ സമയമോ ദിവസമോ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ചടങ്ങൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പട്ടുസാരിയും നിലവിളക്കും ദേവിക്ക് സമർപ്പിക്കുന്നതും ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട 2 വഴിപാടുകളാണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, ഭക്തര് ദേവിക്ക് കൊടുക്കുന്ന പട്ടുസാരിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടുസാരി ഒരു വില കൊടുത്ത് മേടിക്കാനും അത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അത്രേ. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ മോളുടെ വിദ്യാരംഭ ചടങ്ങ് അവിടെ കഴിഞ്ഞു. കർമ്മയ്ക്ക് ദക്ഷിണയും കൊടുത്ത് ദേവിയുടെ കുങ്കുമം പ്രസാദമായി വാങ്ങി അമ്പലത്തിന്റെ പുറത്തു നിന്ന് ഒന്നുകൂടി തൊഴുതിട്ടാണ് നമ്മൾ മടങ്ങിയത്. അമ്മച്ചയും കുട്ടിയും സാഷ്ടാംഗം പ്രണമിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ദേവിയുടെ അകത്തെ വിഗ്രഹത്തെ പുറത്തെ എഴുന്നള്ളപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരുമായിരുന്നു. അതുകൂടി കണ്ടിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നല്ല മസാല ദോശയും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി.